നമസ്കാരം. റിയൽ ന്യൂസ്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തി നാടിൻ്റെ സ്നേഹസ്പന്ദനമായി മാറിയ അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മ്യൂസിക്കൽ മിംസ് ഷോയും നടന്നു. വട്ടോളി ബസാർ അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷിക ആഘോഷമാണ് ഒരുമയുടെ ഒരു ദശകം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി പ്രദേശത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, കാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിക്കപ്പെട്ടത്. പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്നതെന്ന് അവർ പറഞ്ഞു. എഴുപത് വീടുകൾ 2 വാർഡുകളിലായി 13ാം വാർഡിലും 14ാം വാർഡിലുമായി 35 വീടുകൾ വീതം 70 വീടുകളുടെ കൂട്ടായ്മയാണിത്. 70 വീടുകൾ ചേർന്ന് ഒരു കുടുംബമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു ആശയം ഉണ്ടായത്. അതനുസരിച്ച് 10 വർഷക്കാലം മുമ്പ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ജാതിഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ആചരിക്കുന്നുണ്ട്. ഒക്ടോബർ 2 നിങ്ങൾ ആചരിക്കുന്നു, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ അവബോധം ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇൻഡിപെൻഡൻസ് ഡേയും അതുപോലെ ഇഫ്താർ, ഓണം തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നിങ്ങളുടെ അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഐക്യത്തിൻ്റെ സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സും അതുപോലെ +2 വിജയിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ അനുമോദിക്കുന്നു, അവരെ ആദരിക്കുന്നു. അവർക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നിങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, വിദ്യാഭ്യാസത്തോടൊപ്പം നിങ്ങൾ ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്നൊക്കെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ, ദിശാബോധം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട്. PSC പരീക്ഷയ്ക്കും അതുപോലെ മറ്റ് തലങ്ങളിലുമൊക്കെ ജോലി നേടിയവരെ നിങ്ങൾ ആദരിക്കുന്നു. ഇനിയും ആ രീതിയിലായിരിക്കണം മുൻപോട്ട് പോകുന്നത്. എല്ലാവരെയും ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് സഹകരണമാണ്. ഒരേ മനസ്സോടെ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ സഹകരണത്തോടെ, ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് 10ാം വാർഷികം ഇത്ര ഗംഭീരമായി നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചത്. മറ്റ് റെസിഡൻസ് എന്നുള്ള ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മ വളർന്ന് വലുതാവട്ടെ. ഇനി കൂടുതൽ
ആളുകളെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീക്കണം. മറ്റുള്ളവർക്ക്, മറ്റുള്ള അസോസിയേഷൻകാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്, നേരുകയാണ്. ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. റെസിഡൻസ് അസോസിയേഷനെ ഇങ്ങനെ ഒറ്റക്കെട്ടായി വളരെ കെട്ടുറപ്പോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഭാരവാഹികൾ, മുൻ ഭാരവാഹികളുണ്ട്, അതുപോലെ ഇപ്പോഴത്തെ ഭാരവാഹികളുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനമാണ് ഈ സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയുള്ള കാലവും അതുപോലെ തന്നെ മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അമരാപുരി റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പയിൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. മുൻ ഭാരവാഹികളായ രാമചന്ദ്രൻ മാസ്റ്റർ, VK കൃഷ്ണൻകുട്ടി, TM രാമൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അമരാപുരി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CK ഹബീബ് ചടങ്ങിൽ അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ പ്രസാദ് TP, സെക്രട്ടറി ഷൈജു P, 13-14 വാർഡ് അംഗങ്ങളായ KC സുരേശൻ, ശോഭന കൊട്ടേക്കാട്, അറപ്പീടിക റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വഹാബ്, യൂണിറ്റി റെസിഡൻസ് പ്രസിഡന്റ് TK സദാനന്ദൻ, ഗ്രാമശ്രീ റെസിഡൻസ് പ്രസിഡന്റ് K ഷീല, കാരുണ്യ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CK ബഷീർ, സംഘാടക സമിതി കൺവീനർ TM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹസീബ് പൂനൂർ, ഷോബിത് മങ്ങാട് തുടങ്ങിയവർ ചേർന്ന് നയിച്ച മ്യൂസിക്കൽ മിമിക്സ് ഷോയും അരങ്ങേറി. അസോസിയേഷനിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.